ഇന്ത്യയിലെ സംരംഭകരിൽ ഏറെ ജനകീയനും നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയിട്ടുമുള്ള വ്യവസായിയാണ് രത്തൻ ടാറ്റ. പൊതുജീവിതത്തിൽ അദ്ദേഹം പുലർത്തുന്ന ലാളിത്യവും വിനയശീലവും ബിസിനസ് ലോകത്ത് വേറിട്ടതാകുന്നു. രത്തൻ ടാറ്റയുടെ കീഴിൽ വളർച്ചയുടെ പടവുകൾ അതിവേഗമാണ് ടാറ്റ ഗ്രൂപ്പ് ചവിട്ടിക്കയറിയത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ വരുമാനം 40 മടങ്ങും അറ്റാദായം 50 മടങ്ങിലധികവും വളർച്ച കൈവരിച്ചു. മുൻ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ കരസ്ഥമാക്കിയ 5 വിലപിടിപ്പുള്ള വസ്തുക്കൾ നമുക്കൊന്ന് കാണാം. 2009 രാജ്യത്തെ ആദ്യ ഫെറാറി കാലിഫോർണിയ കാർ സ്വന്തമാക്കിയത് രത്തൻ ടാറ്റയായിരുന്നു. ഏകദേശം 3.5 കോടി രൂപ കാറിനായി അദ്ദേഹം ചെലവിട്ടെന്നാണ് നിഗമനം. ലോക പ്രശസ്തമായ ഇറ്റാലിയൻ സ്പോർട്സ് കാറാണ് ഫെറാറി. പ്രകടന മികവിലും ആഡംബരത്തിലും മുൻനിരയിലാണ് ഫെറാറി കാറുകളുടെ സ്ഥാനം. മുംബൈയിലെ കൊളംബിയൽ കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ആഡംബര വസതി 2015 രത്തൻ ടാറ്റ സ്വന്തമാക്കിയിരുന്നു. 3 നിലയുള്ള വസതിക്ക് 13,350 ചതുരശ്രടിയും വിസ്തൃതിയുണ്ട്. ഈ വസ്തുവിൻ്റെ വിപണി മൂല്യം 200 കോടിയാകുമെന്നാണ് അനുമാനം. വ്യോമയാന മേഖലയോട് ടാറ്റയ്ക്കുള്ള താൽപ്പര്യം പരസ്യമായ രഹസ്യമാണ്. ലൈസൻസ് നേടിയിട്ടുള്ള പൈലറ്റായ രത്തൻ ടാറ്റ F-16 ഫാൽക്കൺ പറത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ നേട്ടം 2007 സ്വന്തമാക്കിയിരുന്നു. ദാസോ ഫാൽക്കൺ കമ്പനിയുടെ സ്വകാര്യ ജെറ്റ് വാങ്ങുന്നതിനായി $3 കോടിയിലധികം ടാറ്റ ചെലവിട്ടു. വിമാനത്തിൻ്റെ ക്യാബിൻ ടാറ്റയുടെ നിർദ്ദേശാനുസരണം പുനർക്രമീകരിച്ചിട്ടുണ്ട്. മീറ്റിംഗ് ചേരുന്നതിനായി പ്രത്യേക സ്ഥലവും വിശ്രമമുറിയും കിടപ്പുമുറിയുമെല്ലാം സജ്ജീകരിച്ചിട്ടുമുണ്ട്. രൂപഭംഗിയിൽ നിരൂപക പ്രശംസ നേടിയിട്ടുള്ള മസറാട്ടി ക്വാത്രോ പോർട്ടെ കാർ രത്തൻ ടാറ്റ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ പ്രകടനത്തിലും മുൻനിരയിലുള്ള വാഹനമാണിത്. 0 നിന്നും 60 മൈൽ സ്പീഡിലേക്ക് എത്തിച്ചേരാൻ 4.7 സെക്കൻഡുകൾ മാത്രം മതിയാകും. ഫെറാറി കാറിനേക്കാൾ വളരെ ലളിതവും ഓടിക്കാൻ അതിയായ കഴിവ് വേണമെന്നും ഒരിക്കൽ മസറാട്ടി കാറിനെക്കുറിച്ച് ടാറ്റ വെളിപ്പെടുത്തിയിരുന്നു. സൂപ്പർ കാറുകളുടെ ഭ്രമമുള്ള രത്തൻ ടാറ്റയുടെ ഗരേജിൽ നിരവധി ആഡംബര വാഹനങ്ങളാണുള്ളത്. അതിലൊന്നാണ് ജാഗർ XFR. എക്സിക്യൂട്ടീവ് ലക്ഷറി സ്പോർട്സ് സെഡാൻ വിഭാഗത്തിലുള്ള കാറാണിത്. നിമിഷങ്ങൾക്കുള്ളിൽ 0 നിന്നും 100 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിച്ചേരാൻ ജാഗർ XFR കഴിയും. 1991 രത്തൻ ടാറ്റ ചുമതല ഏറ്റെടുക്കുന്ന വേളയിൽ ടാറ്റ ഗ്രൂപ്പിൻ്റെ വരുമാനം $570 കോടി മാത്രമായിരുന്നു. 2016 അദ്ദേഹം സ്ഥാനമൊയ്യുമ്പോഴേക്കും ടാറ്റ ഗ്രൂപ്പിൻ്റെ വരുമാനം 10,300 കോടി വർദ്ധിച്ചിരുന്നു. ഇതിനിടയിലും രത്തൻ ടാറ്റയുടെ പുലർത്തിയ എളിമ ശ്രദ്ധേയമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.